വീട്ടിലേക്കുള്ള അത്യാവശ്യം ചില സാധനങ്ങൾ വാങ്ങുവാനായി ഞാനും മോനും ടൗണിലേക്കൊന്ന് ഇറങ്ങിയതാണ്. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്ന് ഡിസ്പ്ലേ ബോർഡിലൊന്ന് നോക്കി. അതിൽ ഓഫറുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പൊതുവെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യതകൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണല്ലോ. ഇതുമൂലം ഭക്ഷ്യവസ്തുക്കൾക്കെല്ലാം വൻ വിലക്കയറ്റമാണ് പൊതുവെ അനുഭവപ്പെടുന്നത്. പെട്ടെന്ന് ചീത്തയാകാത്ത അരി, പയറുവർഗ്ഗങ്ങൾ അതുപോലുള്ള മറ്റ് സാധനങ്ങളെല്ലാം തന്നെ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഈ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നതിനാൽ ഇപ്പോൾ ആ വഴി വരുവാനുള്ള യാതൊരു സാഹചര്യവുമില്ല. ഇപ്പോൾ പരമാവധി സാധനങ്ങൾ ഫ്ലൈറ്റിലൂടെയോ അല്ലെങ്കിൽ റോഡ് മാർഗവുമാണ് ഇങ്ങോട്ടെത്തുന്നത്. അതിനാൽ തന്നെ വൻ വിലക്കയറ്റമാണ് വിപണിയിൽ അനുഭവപ്പെടുന്നത്. സംഘർഷം എന്ന് തീരുമെന്നോ അല്ലെങ്കിൽ എപ്പോഴത് നിയന്ത്രണാതീതമാകുമെന്നോ ആർക്കും പറയുവാൻ പറ്റാത്ത സാഹചര്യമാണ്. എങ്കിലും ആദ്യ സമയത്തുണ്ടായിരുന്ന ഒരു സംഘർഷ സാധ്യതകൾ ഇപ്പോൾ ഇല്ല. പക്ഷേ അന്ന് വർദ്ധിച്ച വില ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതൊരു പ്രവണതയാണല്ലോ. വില കൂടുമ്പോൾ പെട്ടെന്ന് വളരെയധികം കൂടുകയും അത് കുറയ്ക്കുമ്പോൾ നേരിയ തോതിൽ മാത്രം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത എല്ലായ്പ്പോഴും ഉണ്ടല്ലോ. പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ തൊട്ട് സമീപത്തുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. കുവൈറ്റിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ മാർക്കറ്റിൽ ലഭ്യമാണെങ്കിലും വിലയ്ക്ക് കുറവൊന്നുമില്ല. അത് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ കൃഷി പരിമിതമാണ്. മത്സ്യവും ഇപ്പോൾ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. മത്സ്യമാംസത്തിൻ്റെ വിലയെല്ലാം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ പ്രവാസി കുടുംബങ്ങളെല്ലാം തന്നെ കടുത്ത ബുദ്ധിമുട്ടിലേക്കാണ് നീങ്ങുന്നത്. എത്ര നാൾ ഈ സാഹചര്യം തുടരുമെന്നോ എപ്പോഴിത് തീരുമെന്നോ ഒന്നും ആർക്കും പറയുവാൻ പറ്റാത്ത അവസ്ഥ.